ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഗൈസ്, ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ സർവീസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കിക്കൊണ്ട് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കി ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ബാങ്കിലേക്കും UPIയിലേക്കും പേടിഎമ്മിലേക്കും ഒക്കെ വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ വേരിഫൈഡ് ഏണിംഗ് ആപ്ലിക്കേഷൻ്റെ റിവ്യൂ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. പ്ലേ സ്റ്റോറിലുള്ള ആപ്ലിക്കേഷനാണ്, ലൈഫ് ടൈം ഏണിംഗ് ആപ്ലിക്കേഷനാണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുവാണെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. കാരണം വേരിഫൈഡ് ഏണിംഗ് ആപ്ലിക്കേഷനാണ്. പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ പക്കയായിട്ട് നിങ്ങൾ കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ഇതിൽ നിന്ന് വിഡ്രോ ചെയ്താൽ എന്താണെങ്കിലും പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഷുവറായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. പേയ്മെൻറ്റ് കുറച്ച് താമസം എടുത്താലും പേയ്മെൻറ്റ് 100% ഷുവറാണ്. ഓക്കെ, പേയ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് വിഡ്രോ അടിച്ച് പേയ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്തേക്ക്, ഒരു പ്രോബ്ലവും ഇല്ല. കാരണം അത്രയ്ക്ക് ഉറപ്പിച്ച് ഞാൻ പറയുകയാണ്, പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇപ്സോസ് ഐസൈ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, IPSOSISAY. ഓക്കെ, ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പോയി പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്കിതാ ഇങ്ങനൊരു ആപ്ലിക്കേഷൻ വരുന്നതായിരിക്കും. ഞാൻ ഡയറക്റ്റ് ലിങ്ക് കൊടുക്കാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനുള്ള വേരിഫിക്കേഷൻ ആയിട്ടില്ല. ഏകദേശം 1 മന്ത് എടുക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡയറക്റ്റ് ലിങ്ക് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കവിടെ സൈനപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ സൈനപ്പ് പിടിച്ച് ക്ലിക്ക് ചെയ്യുക. സൈനപ്പ് പിടിച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിതാ ചെറിയൊന്ന് ലോഡായിട്ട് നമ്മുടെ കൺട്രി, റീജിയൻ, അതേപോലെ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചോദിക്കുന്നതായിരിക്കും. അതിനുശേഷം ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ, പാസ്വേഡ്, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇയർ ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതായിരിക്കും. അങ്ങനെ കുറച്ച് നിങ്ങളുടെ ചെറുതായിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. എനിക്കിപ്പോൾ അവിടെ യുവർ സർവേസ് എന്ന് പറഞ്ഞ് 2 സർവേ കൊടുത്തിട്ടുണ്ട്. അവിടെ കുറച്ച് നമ്പർ കാണിച്ചിട്ടില്ല. അതാണ് സർവേ. സൈഡിൽ കൊടുത്തിരിക്കുന്നതാണ്, അതിൻ്റെ സ്റ്റാർ ഇട്ട് കൊടുത്തേക്കുന്നതാണ് അതിൻ്റെ പോയിന്റ്സ്. ഇപ്പം നിങ്ങൾ കയറുമ്പോൾ നിങ്ങൾക്കിത് കാണിക്കുന്ന യാതൊരു നിർബന്ധവുമില്ല. കാരണം ന്യൂ യൂസറൊക്കെ ആകുമ്പോൾ എന്നാണേലും 1-2 ദിവസമൊക്കെ എടുക്കും സർവേ വരുമ്പോൾ. അപ്പോൾ കയറുമ്പോൾ തന്നെ സർവേ കിട്ടണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. 1-2 ദിവസം വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് മെയിലും വരുന്നതായിരിക്കും. സർവേ വന്നാൽ മെയിലും വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ സമയത്ത് 1-2 ദിവസം ഇടവിട്ട് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് കയറി നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ സർവേയും കാര്യങ്ങളൊക്കെ വന്ന് കിടപ്പുണ്ടായിരിക്കും. ഇപ്പം എൻ്റെ വാലറ്റിൽ ഏകദേശം 2075 പോയിന്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 2075 പോയിന്റ്സ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഞാൻ 5 കോയിൻസിൻ്റെ സർവേ ക്ലിക്ക് ചെയ്തു. സർവേ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് അവിടെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഒന്ന് പറയട്ടെ, നിങ്ങൾ വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം ജെനുവിനായിട്ട് മാത്രം നിങ്ങൾ ആൻസർ ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങൾക്ക് കിട്ടത്തില്ല. ഓക്കെ, ഇപ്പോൾ അവർ ചോദിക്കും നിങ്ങൾ മാരീഡ് ആണെന്ന് ചോദിക്കും. നിങ്ങൾ മാരീഡ് അല്ലെന്ന് കൊടുത്ത് അടുത്ത ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങൾക്ക് എത്ര കൊച്ചുങ്ങളുണ്ടെന്നായിരിക്കും. നിങ്ങൾ മാരീഡ് അല്ലെന്ന് കൊടുത്തിട്ട് 2 കൊച്ചുങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ അവർക്ക് മനസ്സിലാവും അത് ഫേക്കാണ്. ഓക്കെ, ഏതായാലും അത്രത്തോളം അവർ ചിന്തിക്കില്ല. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന ടൈപ്പ് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ഇത് കയറുമ്പോൾ ജസ്റ്റ് ഇത് 5 പോയിന്റ്സിൻ്റെ ഉള്ളൂ. ഇത് ഏകദേശം 1 മിനിറ്റ് പോലും ഒരു ലെങ്ത് വരത്തില്ല. 300 പോയിന്റ്സിൻ്റെ എന്നൊക്കെ പറഞ്ഞാൽ 5 മിനിറ്റൊക്കെ ടൈം വരും. അത് നമ്മൾ ചെയ്യുന്നതനുസരിച്ചിരിക്കും. നമുക്ക് പെട്ടെന്ന് വായിച്ചെടുത്ത് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ അത്രയും ടൈം നമുക്ക് ലാഭിക്കാം. അപ്പോൾ ഒരു ഓൺലൈൻ ജോബായിട്ട് തന്നെ നമുക്ക് ഇതിനകത്ത് കണ്ടിന്യൂ വർക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങളിപ്പോൾ എന്തെങ്കിലും സ്റ്റുഡൻ്റ് ആണെങ്കിലും വർക്കിലാണെങ്കിലും എന്താണെങ്കിലും ഈ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് സൈഡ് ബിസിനസ് ആയിട്ട് നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. സമയം കിട്ടുമ്പോൾ സർവേ കംപ്ലീറ്റ് ആക്കി ഏണിങ്സ് ചെയ്യുക. ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നോക്കുവാണെങ്കിൽ നമുക്കവിടെ കാണാൻ സാധിക്കും യു ഹാവ് 1 മിനിറ്റ് സർവേ. അതായത് നമ്മുടെ സർവേ ഇനി ആരംഭിച്ചിട്ടില്ല. അത് കുറച്ച് ജസ്റ്റ് ആദ്യം കുറച്ച് നമ്മളെക്കുറിച്ച് അറിയാൻ വേണ്ടി ചോദിച്ച ചോദ്യങ്ങളാണ്. ആദ്യത്തെ ഒരു തവണ മാത്രമേ ഇങ്ങനെ വരുള്ളൂ. ഇനിയാണ് നമ്മൾ സർവേയിലേക്ക് എടുക്കുന്നത്. നെക്സ്റ്റ് പിടിച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കും നമ്മുടെ ഇൻ്റർനെറ്റ് കണക്ഷൻ എത്രത്തോളമാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫാസ്റ്റ് ആണെങ്കിൽ ഫാസ്റ്റ് കൊടുക്കുക, സ്ലോ ആണെങ്കിൽ സ്ലോ എന്ന് കൊടുക്കുക. നിങ്ങൾ ജെനുവിനായിട്ട് മാത്രം കൊടുക്കുക. പിന്നെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടോ എന്ന് ചോദിക്കും, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് ചോദിക്കും. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇല്ലെന്ന് കൊടുക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെ നിങ്ങളുടെ വീട്ടിൽ എന്നാക്കിയ ഉണ്ടോയെന്ന് ചോദിക്കും. പിന്നെ നിങ്ങൾ ഇൻ്റർനെറ്റ് വെച്ച് എന്നാക്കിയാൽ നിങ്ങൾ ഫോണിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അവർ ചോദിക്കും. ഇങ്ങനെ ചെറിയ ചെറിയ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യങ്ങൾ, അല്ലാണ്ട് നിങ്ങൾ ഒത്തിരി തലപൊകഞ്ഞ് ആലോചിക്കേണ്ട സംഭവം ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ട് തന്നെ. അപ്പോൾ നമുക്കവിടെ സർവേയും കാര്യങ്ങൾ കംപ്ലീറ്റ് ആയി. വളരെ സിമ്പിളായിട്ട് തന്നെ 5 പോയിന്റ്സ് അവിടെ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അടിയിൽ തന്നെ വേറൊരു സർവേ വന്നിട്ടുണ്ട് 300 പോയിന്റ്സിൻ്റെ. അപ്പോൾ സ്റ്റാർട്ട് ദ സർവേ ക്ലിക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് വാലിഡേറ്റിംഗ് യുവർ പ്രൊഫൈൽ എന്ന് പറഞ്ഞൊന്ന് കാണിക്കുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എന്താ പറയുക, ഇതിൻ്റെ ഗെറ്റ് സ്റ്റാർട്ടർ പിടിച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരെ സർവേയിലേക്ക് പോകുന്നതായിരിക്കും. ഇവിടെ ഞാൻ ചെറിയൊരു മിസ്റ്റേക്ക് കാണിച്ചു. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് അവർക്ക് എന്താ പറയുക, നമ്മൾ ജെനുവിനായിട്ടല്ല നമ്മൾ സർവേക്ക് ആൻസർ ചെയ്യുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കിയാൽ അന്നേരം നമ്മൾ ഇറക്കി വിടും. ഓക്കെ, മണ്ടയിൽ ഒരു ലൈൻ പോകുന്ന കണ്ടില്ലേ, അത് ഫുള്ളായ സർവേ തീർന്നു. പക്ഷേ അതിനു മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് എന്താ പറയുക
എന്തോ ഒരു മിസ്റ്റേക്ക് കാണിച്ചു, അതുകൊണ്ട് തന്നെ എന്നെ അന്നേരം തന്നെ അവർ ചാടിച്ചു വിട്ടു. അതുപോലെ തന്നെ എന്താ നമ്മുടെ പാർട്ടിസിപ്പേറ്റിംഗ് പോയിന്റ് ആയിട്ട് ഏകദേശം 30 പോയിന്റ് അങ്ങാണ്ട് എനിക്ക് കിട്ടി, 15 പോയിന്റ് അങ്ങാണ്ട് എനിക്ക് കിട്ടി. അപ്പം ഞാനവിടെ ചെറിയൊരു മിസ്റ്റേക്ക് കാണിച്ചുകൊണ്ടാണ് അപ്പം തന്നെ അവർ ഇറക്കി വിട്ടു. അപ്പം നിങ്ങൾ വളരെ ജെന്യൂൻ ആയിട്ട് തന്നെ നിങ്ങൾ ആൻസർ ചെയ്യുക. ഞാനിപ്പോൾ പെട്ടെന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ചെയ്തുകൊണ്ട് എനിക്ക് അത്ര വായിച്ചു നോക്കാൻ പറ്റിയില്ല. സോ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഇന്ന് മിസ്സായിപ്പോയി. 15 പോയിന്റ്സ് നമുക്കവിടെ പാർട്ടിസിപ്പേറ്റിംഗ് ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. അടുത്തായിട്ട് നോക്കുവാണെങ്കിൽ ഇപ്പം നമുക്കവിടെ സർവേയും കാര്യങ്ങളൊക്കെ 2 എണ്ണവും പോയി. ഇനി വരുമ്പോൾ അവർ മെയിൽ ചെയ്യും. ഇല്ലെങ്കിൽ നിങ്ങൾ ഓരോ ദിവസം ഡെയിലി ഉച്ചയ്ക്കോ വൈകിട്ടോ രാവിലെ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ കയറി നോക്കുക. അപ്പോൾ അവിടെ സർവേ എന്താണെങ്കിലും വരും. ഇനി നിങ്ങൾ കുറേ നാൾ വർക്ക് ചെയ്തു, അതിനുശേഷം നിങ്ങൾ 3 ഡോട്ടിൽ പോയിട്ട് നമുക്ക് റിവാർഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. റിവാർഡ്സ് പിടിച്ച് ക്ലിക്ക് ചെയ്യുക. നമുക്കവിടെ വിഡ്രോ ചെയ്യാൻ പറ്റിയ ഏറ്റവും ടോപ്പിൽ കുറച്ച് ഇത് കാണിച്ച് ചാരിറ്റി ഡൊണേഷൻ ഒക്കെ ഉണ്ട്. അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ നമുക്ക് ഡിജിറ്റൽ കാരണം ചാരിറ്റി ഡൊണേഷൻ ചെയ്യേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. കാരണം എന്താ, അത് ചിലപ്പോൾ അവർക്ക് പോകണമെന്നില്ല. അതിനേക്കാളും നേരം നിങ്ങൾക്ക് കാശ് കിട്ടിയിട്ട് നിങ്ങൾ വേറെ ആർക്കെങ്കിലും കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ചാരിറ്റി ഡൊണേറ്റ് ചെയ്യണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ. ഓക്കെ, പിന്നെ നോക്കുകയാണെങ്കിൽ അവിടെ എക്സോ ഡേ എന്ന് പറഞ്ഞൊരു സംഭവത്തിലേക്കാണ് ഇപ്പോൾ ഒരു വിഡ്രോ കൊടുക്കുന്നത്. അതായത് 5000 പോയിന്റ്സ് 500 രൂപയുടെ ഒരു വൗച്ചർ ആയിരിക്കും. ഇത് ഓരോ ആഴ്ച ഇത് മാറും. ഇപ്പോൾ ഇത് എക്സോ ഡേയിലേക്കാണ് വിഡ്രോ വരുന്നത്. അടുത്ത തവണ ചിലപ്പോൾ UPIയിലേക്കായിരിക്കും, അത് കഴിഞ്ഞിട്ട് പേടിഎമ്മിലേക്കായിരിക്കും. പേടിഎമ്മിലേക്കാണെങ്കിൽ വെറും 3000 കോയിൻസ് ഉണ്ടെങ്കിൽ നമുക്ക് 300 രൂപ നമ്മുടെ പേടിഎമ്മിലേക്ക് വിഡ്രോ ചെയ്യാം. UPI ആണെങ്കിൽ അങ്ങനെ തന്നെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണെങ്കിലും ഇന്ന് തന്നെ വർക്ക് ചെയ്ത് ഇന്ന് തന്നെ വിഡ്രോ ചെയ്യൽ ഒരു കാരണവശാലും നടക്കത്തില്ല. എന്താണെങ്കിലും 2-3 ആഴ്ചയ്ക്ക് പിടിക്കും ഈ ഒരു കോയിൻസ് ആവണമെങ്കിൽ. ഓക്കെ, അത് എന്ന് സർവേ വന്നാൽ പോലും 2-3 ആഴ്ചയിലും പിടിക്കും. അപ്പോഴത്തേനും നിങ്ങൾക്ക് വിഡ്രോ അടിക്കാനുള്ള പേടിഎം അല്ലെങ്കിൽ UPI നിങ്ങൾക്കവിടെ വന്ന് കിടപ്പുണ്ടായിരിക്കും. ഓക്കെ, ഇത്രയുള്ള സംഭവം വളരെ സിമ്പിളാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും. വളരെ സിമ്പിളായിട്ട് തന്നെ. ഓക്കെ, നിങ്ങൾക്ക് ലൈക്ക് പാർട്ട് ടൈം ജോബ് ആയിട്ട് തന്നെ നിങ്ങൾക്കിത് മുന്നോട്ട് പോകാവുന്നതാണ്. ഒരു പ്രോബ്ലവും ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇതിനകത്ത് എക്സോക്സ് ഡേയിലേക്കാണ് വിഡ്രോ വരുന്നത്. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ, അതായത് 1-2 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ UPIയിലേക്ക് വിഡ്രോ വരാം, പേടിഎമ്മിലേക്ക് വിഡ്രോ വരാം, ആമസോൺ വൗച്ചറിലേക്ക് വിഡ്രോ വരാം, ഫോൺ പേയിലേക്ക് വിഡ്രോ വരാം. അതൊക്കെയാണ് എല്ലാ സംഭവവും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വലിയധികം പണിയെടുക്കാണ്ട് ജെന്യൂനായിട്ട് ആൻസർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഏണിങ്സ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുള്ള ആപ്ലിക്കേഷൻ വളരെ സിമ്പിളായ ആപ്ലിക്കേഷനാണ്. ലൈഫ് ടൈം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വേറൊരു ആപ്ലിക്കേഷനായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ പ്രവീൺ സൈനിങ് ഔട്ട്. ബൈ.